നടുക്കിയ വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപത്തെ കൊലപാതക കേസിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. കോട്ടയം സ്വദേശിനിയായ സുധാ ബേബിയെ ക്രൂരമായി കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ കൊച്ചി സ്വദേശിയായ ഷാജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശാസ്ത്രീയമായ തെളിവുകളുടെയും അതിവേഗത്തിലുള്ള അന്വേഷണത്തിന്റെയും ഫലമായി മൃതദേഹം കണ്ടെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ വലയിലാക്കാൻ കൊച്ചി പോലീസിന് സാധിച്ചു. തുടക്കത്തിൽ ഇതൊരു സാധാരണ ട്രെയിൻ അപകടമോ ആത്മഹത്യയായി തോന്നിക്കാമെങ്കിലും പോലീസിന്റെ സൂക്ഷ്മമായ പരിശോധനയിൽ അതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിയുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച മൊബൈൽ ഫോണുകളും പരിസരത്തെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത്. കൃത്യമായ തെളിവുകൾ നിരത്തി ഷാജിയെ ചോദ്യം ചെയ്തതോടെ സംഭവത്തിന്റെ ചുരുൾ അഴിയുകയായിരുന്നു. കൊല്ലപ്പെട്ട സുധാ ബേബിയും പ്രതിയായ ഷാജിയും തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപം ഒരു കാറിൽ സുധാ ബേബിയും ഷാജിയും ഒന്നിച്ചിറങ്ങുന്നത് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. അവിടെ നിന്നും ഇരുവരും റെയിൽവേ പാലത്തിന് അടിവശത്തേക്ക് നടന്നു പോകുന്നത് ദൃശ്യങ്ങളുണ്ട്. അവിടെ വെച്ചുണ്ടായ കടുത്ത വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചനകൾ. തർക്കം രൂക്ഷമായതോടെ ഷാജി സുധയെ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ സുധ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. കൊലപാതകം നടന്ന ശേഷം പിടിക്കപ്പെടുമെന്ന് ഭയന്ന ഷാജി ഇതൊരു ട്രെയിൻ അപകടമാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹം വലിച്ചഴിച്ച് റെയിൽവേ ട്രാക്കിന് മുകളിൽ കൊണ്ടിടുകയായിരുന്നു. എന്നാൽ ഈ ട്രാക്ക് നിലവിൽ ട്രെയിൻ ഗതാഗതത്തിന് ഉപയോഗിക്കാത്ത ഒന്നായിരുന്നു എന്ന വസ്തുത പ്രതിക്ക് അറിയില്ലായിരുന്നു. ട്രെയിൻ വരാത്ത ട്രാക്കിൽ മൃതദേഹം കിടക്കുന്നത് കണ്ട നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഷാജിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്. പുലർച്ചെ 4 മണിയോടെയാണ് റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കിടക്കുന്ന വിവരം പോലീസ് അറിയുന്നത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി. സ്ത്രീയുടെ മൃതദേഹം മൂടിയിട്ടില്ലാത്ത അവസ്ഥയിലായിരുന്നതിനാൽ സമീപത്തുള്ള ഒരു ഹോസ്റ്റലിലെത്തി വാർഡനെ വിവരം അറിയിക്കുകയും മൃതദേഹം മൂടാൻ ആവശ്യമായ തുണി ആവശ്യപ്പെടുകയും ചെയ്തു. നാട്ടുകാർ ആരും തന്നെ മരിച്ച സുധയെ തിരിച്ചറിഞ്ഞില്ല. തുടർന്ന് പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മൃതദേഹത്തിൽ നഗരത്തിലെ ഒരു പ്രശസ്തമായ വസ്ത്രസ്ഥാപനത്തിന്റെ സ്റ്റിക്കറുള്ള വസ്ത്രം ശ്രദ്ധയിൽപ്പെട്ടത്. സുധ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ അതോ കോട്ടയത്ത് നിന്നും എത്തിയതാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇതോടെ ട്രാക്കിന് സമീപത്തു നിന്ന് ലഭിച്ച മൊബൈൽ ഫോണുകൾ പോലീസിന് വലിയ തുമ്പായി മാറി. ഇവ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ കൊല്ലപ്പെട്ട സുധയെക്കുറിച്ചും അവരുമായി അവസാനമായി സംസാരിച്ചവരെ കുറിച്ചും വിവരങ്ങൾ ലഭിച്ചു. പ്രതിയായ ഷാജി കൃത്യം നിർവഹിച്ച ശേഷം തിരികെ കാറിൽ കയറുന്ന ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ഐഡന്റിഫൈ ചെയ്തു. ഈ കാറിൽ ഷാജി കയറുമ്പോൾ അയാളുടെ ശരീരത്തിലും വസ്ത്രത്തിലും രക്തക്കറ ഉണ്ടായിരുന്നതായും ദൃശ്യങ്ങളിൽ നിന്ന് സൂചന ലഭിച്ചു. കാർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഷാജിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചു. കൊലപാതകം നടന്ന പാലത്തിന്റെ അടിവശത്തെ മണ്ണിലും മറ്റു ഭാഗങ്ങളിലും മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ പോലീസ് കണ്ടെത്തുകയായിരുന്നു. തലയ്ക്കും മുഖത്തിനുമേറ്റ കനത്ത ആഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാകുന്നുണ്ട്. സാധാരണ നിലയിൽ ട്രെയിൻ തട്ടിയാണ് മരണമെങ്കിൽ ഉണ്ടാകേണ്ട തരം പരിക്കുകൾക്ക് പകരം മാരകമായ ആക്രമണത്തിന്റെ ലക്ഷണങ്ങൾ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നു. സുധാ ബേബി എന്തിനാണ് രാത്രി വൈകി വൈറ്റിലയിൽ എത്തിയത് എന്നതിനെക്കുറിച്ചും ഷാജയുമായി ഇവർക്ക് എന്ത് തരം ഇടപാടുകളാണ് ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തുകയാണ്. കൊച്ചിയിലെ താമസക്കാരനായ ഷാജിക്ക് ഈ പ്രദേശം സുപരിചിതമായിരുന്നു. അതുകൊണ്ടാണ് ആൾതാമസം കുറഞ്ഞ റെയിൽവേ പാലത്തിന്റെ അടിവശം ഇവർ തിരഞ്ഞെടുക്കാൻ കാരണം. തെളിവുകൾ നശിപ്പിക്കാൻ പരമാവധി ശ്രമം നടത്തിയെങ്കിലും CCTV ക്യാമറകൾ ഷാജിക്ക് വിനയായി മാറുകയായിരുന്നു. മൃതദേഹം കണ്ടെത്തിയ ഉടൻ തന്നെ പോലീസ് കാണിച്ച ജാഗ്രതയാണ് പ്രതി രക്ഷപ്പെടുന്നത് തടഞ്ഞത്. കൊച്ചി നഗരത്തിലെ പ്രധാന ഇടങ്ങളിലെല്ലാം CCTV നിരീക്ഷണം ശക്തമായതിനാൽ കുറ്റകൃത്യങ്ങൾ നടന്നാൽ പ്രതികളെ കണ്ടെത്തുക എന്നത് പോലീസിന് ഇപ്പോൾ എളുപ്പമായി മാറിയിട്ടുണ്ട്. ഈ കൊലപാതകം യാദൃശ്ചികമായി സംഭവിച്ചതാണോ അതോ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സുധയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോകാനായിരുന്നു ഷാജിയുടെ നീക്കമെങ്കിലും പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ അതിന് തടസ്സമായി. വൈറ്റില പോലുള്ള തിരക്കേറിയ ഒരു നഗരഭാഗത്ത് നടന്ന ഈ ക്രൂരകൃത്യം കൊച്ചി നിവാസികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും നൈറ്റ് പട്രോളിംഗിനെ കുറിച്ചും വീണ്ടും ചർച്ചകൾ ഉയരാൻ ഈ സംഭവം കാരണമായിട്ടുണ്ട്. മൃതദേഹം കണ്ടെടുത്ത റെയിൽവേ ട്രാക്കിലും ഇരുവരും സഞ്ചരിച്ച കാറിലും ശാസ്ത്രീയ പരിശോധനകൾ തുടരുകയാണ്. സുധാ ബേബിയുടെ കുടുംബാംഗങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വിട്ടുകൊടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഈ കേസിൽ മറ്റാരെങ്കിലും സഹായിയായിട്ടുണ്ടോ എന്ന കാര്യവും ഷാജിയുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചാണോ പ്രതി കൃത്യം നടത്തിയതെന്നും അന്വേഷിക്കും. കൊച്ചി സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് കൈകാര്യം ചെയ്യുന്നത്. അതിവേഗത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് നേട്ടമായി വിലയിരുത്തപ്പെടുന്നു.